ഇപ്പൊ കണ്ണൂർ എയർ ഇന്ത്യ എക്സ്പ്രസിൽ മാത്രമല്ല, നമ്മൾ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ എല്ലാ ഫ്ലൈറ്റും നമ്മളെ ക്യാബിൻ ക്രൂസ് പെട്ടെന്ന് ഉണ്ടായ ഒരു സ്ട്രൈക്കിലേക്ക് പോയത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. അവരെ ഡ്യൂട്ടി ടൈം തുടങ്ങുന്നതിന്റെ ഇന്ന് അതായത് നമ്മളിപ്പോ 12 മണിക്ക് ശേഷം, അതായത് 3-4 മണിക്കൂർ മുന്നേ അവരെ ഡ്യൂട്ടി ടൈം തുടങ്ങുന്ന ആ സമയങ്ങളിലാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള കാരണത്താൽ ഇവിടെ റിപ്പോർട്ട് ചെയ്തത്. ഈ അവർ സ്ട്രൈക്ക് എന്ന് പറഞ്ഞിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ നിയമവശമായ ഒരു കമ്പനിക്ക് 1-2 ദിവസം മുന്നേ എന്ത് ചെയ്യണം, നോട്ടീസ് കൊടുത്തിട്ടാണ് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ പോവുക. അപ്പൊ ക്ലാസ്സിന് നമുക്ക് വെൽ ഇൻ അഡ്വാൻസ് ഇൻഫോം ചെയ്യാം. ഇതൊന്നും ചെയ്യാതെ അവർ ഡ്യൂട്ടിക്ക് വരാതെ, അതായത് അസുഖമാണെന്നുള്ള കാരണത്താൽ സിക്ക് റിപ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ എയർപോർട്ടിൽ വരാത്തൊരു സിറ്റുവേഷനാണ് ഉണ്ടാകുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കി. ഷാർജ, മസ്കറ്റ്, അബുദാബി സർവീസുകളാണ് റദ്ദാക്കിയത്. ഇതേ തുടർന്ന് വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധമിരമ്പി. വിമാനത്താവളത്തിൽ നൂറുകണക്കിന് യാത്രക്കാരാണ് കുടുങ്ങിക്കിടക്കുന്നത്. എയർ ഇന്ത്യ ജീവനക്കാർ അപ്രതീക്ഷിതമായി പണിമുടക്ക് പ്രഖ്യാപിച്ചതോടെയാണ് തിരുവനന്തപുരം, നെടുമ്പാശ്ശേരി, കണ്ണൂർ, കോഴിക്കോട് വിമാനത്താവളങ്ങളിൽ വിമാനങ്ങൾ റദ്ദാക്കിയത്. മുന്നറിയിപ്പില്ലാതെ വിമാനം റദ്ദാക്കിയതോടെ നിരവധി യാത്രക്കാർ വിമാനത്താവളത്തിൽ കുടുങ്ങി. പകരം സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് യാത്രക്കാർ പ്രതിഷേധിച്ചു. കരിപ്പൂരിൽ നിന്നുള്ള 6 വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. റാസൽ ഖൈമ, ദുബായ്, ജിദ്ദ, ദോഹ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങളാണ് റദ്ദാക്കിയത്. അലവൻസ് കൂട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് എയർ ഇന്ത്യ ജീവനക്കാർ രാജ്യവ്യാപകമായി പണിമുടക്കിയത്. ജീവനക്കാർ കൂട്ടത്തോടെ ലീവ് എടുക്കുകയായിരുന്നു. ഇതേ തുടർന്ന് രാജ്യത്തെ പലയിടത്തുമായി 70-ലേറെ വിമാന സർവീസുകൾ മുടങ്ങി. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.